നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F6 5Gയുടെ ഫുൾ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇൻ ഡെപ്ത് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണുന്നതിലൂടെ പോക്കോ F6 5G എന്ന് പറയുന്ന ഫോണിനെ കുറിച്ച് നിങ്ങൾ ഒന്നും അറിയാൻ ബാക്കി ഉണ്ടാവില്ല. അത്രയും റിസർച്ച് ചെയ്ത് ടൈം എടുത്തിട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് അത് ഞാൻ മൊത്തം വീഡിയോയുടെ പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. ചിലപ്പോൾ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ പരമാവധി ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കാം, എന്നാൽ ഫുള്ള് കാര്യങ്ങളും പറയാനും നോക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക്നിക് മലയാളം യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ബോക്സ് ആൻഡ് പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 120 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്. പക്ഷേ 90 വാട്ട്സാണ് നിങ്ങൾക്ക് ഫോണിന് സപ്പോർട്ട് ചെയ്യാം. എന്തായാലും 120 വാട്ട്സ് കിട്ടുന്നുണ്ട്, നല്ല കാര്യം. മറ്റ് ഫോണുകൾക്ക് ഉപയോഗിക്കാം. PD ചാർജറാണത്. സോ നിങ്ങൾക്ക് ലാപ്ടോപ്പ് കുത്തിടാനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ Type A to Type C കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു സിം എജക്ടർ, പിന്നെ ഡോക്യുമെൻറ്റേഷൻ, ഗ്രേ കളറായിട്ടുള്ള ഒരു സാധാരണ കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ കൂടെ പ്രീ അപ്ലൈഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രൊട്ടക്റ്റീവ് ഫിലിം വരുന്നുണ്ട്. അത് പറിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക, വേണമെങ്കിൽ എല്ലാം എന്തായാലും ഒട്ടിക്കുക. ഇനി പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 8GB 256GB ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. Realme GT 60 5G ഇതേ സെയിം പ്രൈസ് റേഞ്ചിൽ ഇതിന് കോമ്പറ്റീറ്ററായിട്ട് ഇറക്കിയിരിക്കുന്നതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 128GB ആണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് 256GB കിട്ടുന്നുണ്ട്. 30,000 രൂപ. 12GB 256GBക്ക് ആണെങ്കിൽ 32,000 രൂപ. 12GB 512GBക്ക് ആണെങ്കിൽ 34,000 രൂപ. ഇനി നിങ്ങൾക്ക് 2,000 രൂപയുടെ SBI കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രൈസ് 8GB 256GBക്ക് നിങ്ങൾക്ക് 28,000 രൂപയ്ക്ക് കിട്ടും. ഫോർ ദാറ്റ് പ്രൈസ് ദിസ് ഈസ് എ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ F1ന് ശേഷം, അതായത് പോക്കോൻ്റെ തന്നെ മോസ്റ്റ് പവർഫുൾ ഫോണായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. പോക്കോ F1ന് ശേഷം ഒരു ഭീകര ഫോൺ തന്നെയാണ് ഇപ്രാവശ്യം ഇറക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ടൈറ്റാനിയം വരുന്നുണ്ട്, അതായത് ഒരു ഷൈനി കളർ വേരിയൻറ്റ്, സിൽവർ പോലെയുള്ള. പിന്നെ ഒരു ബ്ലാക്കും വരുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഗാർഡ് ഉപയോഗിക്കുക, എന്തൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് വരുന്നത്. ഇനി മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലോസി ഫിനിഷ് അല്ല. സോ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസും കാര്യങ്ങളൊന്നും വരത്തില്ല, നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്നാലും കേസ് ഇട്ട് ഉപയോഗിക്കുക. 184 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 7.8 mm ആണ് തിക്നെസ് വരുന്നത്. IP64ൻ്റെ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ പിടിച്ച് മുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ചെറുതായിട്ട് മഴ കൊണ്ടാലും കുഴപ്പമില്ല. വെറ്റ് ടച്ചിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇനി നിങ്ങൾ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Type C പോർട്ട് 2.0 ആണ് വരുന്നത്. 3.2 കൊടുക്കണമായിരുന്നു, പക്ഷേ 2.0 ആണ് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ജാക്ക് കൊടുത്തിട്ടില്ല. ഡ്യുവൽ സിം കാർഡ് ഓൺലി ആണ്. നിങ്ങൾക്ക് മെമ്മറി കാർഡിൻ്റെ എക്സ്പാൻഷൻ സ്ലോട്ട് ഇവിടെ വരുന്നില്ല. എക്സ്പാൻഷൻ സ്ലോട്ടിൻ്റെ ആവശ്യമില്ല, കാരണം 256GB ഈസ് മോർ ദാൻ ഇനഫ്. ഫസ്റ്റിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ അത്രയും സ്റ്റോറേജ് 512 ഒന്നും ആവശ്യം വരുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇനി IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടിപ്പിക്കൽ പോക്കോ ഫോണിൽ എന്തായാലും കൊടുക്കുന്നതാണ്. പോക്കോ F5ൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് മുന്നുള്ളതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3.5 mm ഓഡിയോ ജാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചാനൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ കയ്യിൽ ഫോൺ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെന്ന് നോക്കാം. ഇനി ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ 1.5K റെസൊല്യൂഷൻ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED പാനലാണ്. അതും 12 ബിറ്റിൻ്റെ AMOLED പാനലാണ്. 68 ബില്യൺ കളർ ഷെയ്ഡ്സ്, 1 ബില്യൺ അല്ല 68 ബില്യൺ കളർ ഷെയ്ഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന പാനലാണ്. ആ ഡിസ്പ്ലേ നോക്കുക, നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി ഡിസ്പ്ലേ ആണ്, ഒരു സംശയമില്ല. 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് ഇപ്പോൾ ആരും നോക്കാറില്ല. 1200 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടോട് കൂടിയ HDR10+ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1920 Hz PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഫ്ലിക്കർ ഫ്രീ ആണ്. അതിന് TUV റെയിൻലാൻഡിൻ്റെ സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. അതോടെ തന്നെ ബ്ലൂ ലൈറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഒന്നായിട്ട് നോക്കുമ്പം നല്ലൊരു ഗംഭീര ഡിസ്പ്ലേ ആണ്. 120 Hz കാര്യങ്ങളൊക്കെ ഉള്ള ഗംഭീര അടിപൊളി പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതും ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ്. അത്യാവശ്യം നല്ല സ്പീക്കേഴ്സ് ആയിരിക്കും പോക്കോ കൊടുക്കുന്നത്. X-ആക്സിസ് ലീനിയർ മോട്ടറിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഒന്നായിട്ട് നിങ്ങൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഒരു സംശയമില്ല, അടിപൊളിയായിരിക്കും. കാരണം ഡിസ്പ്ലേ വേറെ ലെവലാണ്. ഇനി പെർഫോമൻസ് കാറ്റഗറി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ ചിപ്സെറ്റ് കിട്ടുന്നത് ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8S Gen 3 ചിപ്സെറ്റ് ആണ്. തീർച്ചയായിട്ടും ഒരു 5G ചിപ്സെറ്റ് ആണ്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉണ്ടാക്കിയ ചിപ്സെറ്റ് ആണ്. ഗംഭീര ചിപ്സെറ്റ് ആണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് LPDDR5Xൻ്റെ റാം ടൈപ്പ്
ടൈപ്പ് UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പീക്ക് ഏറ്റവും കൂടുതൽ അവർ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. പിന്നെ ഒരു ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. സോ ഹീറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും ഇവർക്ക് പറ്റിയേക്കാം. നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ഞാൻ റിവ്യൂസ് കണ്ട സമയത്ത്. ആൻഡ് 1.52 million പുറത്ത് AnTuTu സ്കോർ, അതായത് 15,20,000 പുറത്ത് AnTuTu സ്കോർ വരുന്നുണ്ട്. ഗീക്ക് ബെഞ്ചിലെ സ്കോറുകൾ ഞാനിവിടെ കൊടുത്തേക്കാം. 84% CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ കിട്ടിയ സ്കോർ. 83% ആണ് 3D മാർക്ക് വൈൽഡ് ലൈഫ് സ്ട്രെസ് ടെസ്റ്റിൽ കിട്ടിയ സ്കോർ. 83%. സോ സ്കോർസ് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഗ്രേറ്റ്, നല്ല സ്കോറുകൾ തന്നെയാണ് തരുന്നത്. ഇനി റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഗെയിമിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് അൾട്രാ HDR അൾട്രയിലൊക്കെയാണ് നിങ്ങൾക്ക് BGMI കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നത്. 120 FPS വരെ നിങ്ങൾക്ക് ഗെയിമിംഗ് സപ്പോർട്ടഡ് ആണ്. കാരണം വൈൽഡ് ബൂസ്റ്റ് 3.0 എന്ന് പറയുന്ന ടെക്നോളജി മറ്റേ ഗെയിമിംഗ് മോഡാണ് സത്യം പറഞ്ഞാൽ. അത് വെച്ച് അവർ MEMC പരിപാടിക്ക് യൂസ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രെയിം റേറ്റ് കൂടുതൽ കിട്ടും ഗെയിമുകളിൽ. അതായത് അവർ 60 FPS ആയിരിക്കും ഗെയിമിൽ, പക്ഷേ അത് കുറച്ചും കൂടി ഫ്രെയിം ഇന്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടി കിട്ടും. ജെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ കളിച്ച് നോക്കിയ സമയത്ത് 58 FPS വരെ അത് കളിക്കാൻ പറ്റുന്നുണ്ട്, അതായത് ആവറേജ് FPS. സോ ഗെയിമിങ് വേറെ ലെവലാണ്, അതിലൊരു സംശയമില്ല. മാത്രമല്ല ഈ ചിപ്സെറ്റ് റേ ട്രേസിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ റേ ട്രേസിങ്ങിൻ്റെ ഗെയിമുകൾ അതൊരു വേറെ കാര്യം, പക്ഷേ റേ ട്രേസിങ്ങും സപ്പോർട്ട് അത്രയും ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ ഗെയിമിംഗ് പെർഫോമൻസ് ആ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ അത് ഗംഭീരമാണ്, ഒരു സംശയമില്ല. പോക്കോ അതിനാണ് അറിയപ്പെട്ടതും പണ്ട് മുതലേ, അത് ഗംഭീരമാണ്, അടിപൊളിയാണ്. എന്തായാലും അതിലൊരു കാര്യം വരാൻ പോകുന്നില്ല. ഇനി 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ സപ്പോർട്ട്, പക്ഷേ 120 വാട്ട്സിൻ്റെ ബ്രിക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് PD സപ്പോർട്ടുള്ളതാണ്, നിങ്ങൾക്ക് ലാപ്ടോപ്പിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പോർട്ട് നിങ്ങൾക്ക് USB 2.0 ആണ് വരുന്നത്, ഓൾറെഡി പറഞ്ഞു. ഇനി ബാറ്ററി ലൈഫ് നോക്കുവാണെങ്കിൽ 5 ഹവേഴ്സിൻ്റെ സ്ക്രീൻ ഓൺ ടൈമാണ് നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്നത്. സോ ഭയങ്കര ഗ്രേറ്റും അല്ല, എന്നാൽ പോക്കുമല്ല, പക്ഷേ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 5 ഹവേഴ്സിൻ്റെ സ്ക്രീൻ ഓൺ ടൈം. 35 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 0 to 100% ഫുൾ ചാർജ് ആയി കിട്ടും. സോ അതൊരു അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ക്യാപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ബാറ്ററി സെക്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് HyperOS 1.0 ആണ് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്. 3 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 years സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ബ്ലോട്ട് വെയറുകളുണ്ട്, ഡാർക്ക് പാറ്റേൺസ് ഉണ്ട്, പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ്, കുറച്ച് ആഡുകൾ, പിന്നെ മറ്റേ വാൾപേപ്പർ ഇങ്ങനെ നീങ്ങുന്നത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ അവോയ്ഡബിൾ ആണ്, അതൊക്കെ ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഒരു എക്സ്റ്റെൻറ്റ് വരെ. പിന്നെ MIUI ഡയലറാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് അറിയിക്കാതെ നിങ്ങൾക്ക് കോൾ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് ഫുൾ ടൈം നിങ്ങളുടെ ക്യാമറ സെൻസ് ചെയ്യുന്നുണ്ടാവും. അതൊരു പ്രൈവസി ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ക്വാൾക്കം പറയുന്ന അനുസരിച്ച് ആ ചിപ്സെറ്റ് AI സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ക്വാൾക്കം പറയുന്ന അനുസരിച്ച് അത് പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. പ്രൈവസി ഫുൾ ടൈം ക്യാമറ ഓൺ ആയതുകൊണ്ട് നമ്മൾ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ ലോക്ക് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ എയർ ഗസ്റ്റേഴ്സും ജസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റും. ജസ്റ്റ് AI ഫീച്ചേഴ്സ് പിന്നെയും വരുന്നുണ്ട്, കുറേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്ക് വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, Wi-Fi വേർഷൻ 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.4 വരുന്നുണ്ട്, NFC സപ്പോർട്ട് വരുന്നുണ്ട്, 5G സപ്പോർട്ടഡ് ആണ്, ഡ്യുവൽ 4G വരുന്നുണ്ട്, ഡ്യുവൽ 5G നിങ്ങൾക്ക് ഡ്യുവൽ 4G വോൾട്ടി, ഡ്യുവൽ 5G വരുന്നുണ്ട്, വോയിസ് ഓവർ ന്യൂ റേഡിയോ വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. IP64 സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് 50 MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സോണി IMX882 സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 MP അൾട്രാ വൈഡും, അതും സോണി IMX355 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 2 സെൻസറും അടിപൊളിയാണ്. നിങ്ങൾക്ക് ബാക്ക് ക്യാമറേൻ്റെ അകത്ത് 4K 60 FPS എടുക്കാൻ പറ്റും. അൾട്രാ വൈഡിൻ്റെ അകത്ത് 1080p 30 FPS മാത്രമേ പറ്റൂ. പക്ഷേ സെൽഫിയുടെ അകത്ത് നിങ്ങൾക്ക് 20 MP ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് 4K പറ്റില്ല, 1080p 60 FPS എടുക്കാൻ പറ്റും. 60 FPS കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഇനി ക്യാമറ പിന്നെ നിങ്ങൾക്ക് HDR10+ ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റും പ്രൈമറി ക്യാമറയിൽ, അതും 4K 60 FPS HDR10+. അങ്ങനത്തെ പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോർട്രേറ്റും അങ്ങനത്തെ നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നുണ്ട്. ആവറേജ് ക്യാമറ, കാരണം ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. നിങ്ങൾക്ക് ഈ പ്രൈസിന് ഗെയിമിംഗ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. പക്ഷേ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ക്യാമറയാണ് വേണ്ടതെങ്കിൽ ഈ ഫോൺ എടുക്കരുത്. അതൊരു ജെന്യൂൻ കാര്യമാണ് ഞാൻ പറയുന്നത്. കൺക്ലൂഷനിലേക്ക് കടന്നിട്ടോ നമ്മൾ. നിങ്ങൾക്കിനി ഗെയിമിംഗ് വേണം, നല്ല ഗംഭീര ഗെയിമിംഗ് വേണം, നിങ്ങൾ ഈ ഫോൺ എടുത്തോ. പക്ഷേ ഓൾറൗണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഫോൺ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എടുക്കാനൊക്കെ പറ്റും, വലിയ കുഴപ്പമില്ല. പക്ഷേ ഗെയിമിംഗ് ആണ് മെയിനെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്,
മദർ ബോർഡിൻ്റെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പോഴും ആർക്കും ഒരു വിശ്വാസ്യത പോരാ. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പം ഫോൺ നല്ലതാണ് എടുക്കുക. കാരണം 2 yearsൻ്റെ വാറണ്ടി എന്തൊക്കെയോ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇപ്പം വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. അതായത് ഭയങ്കര മദർ ബോർഡ് ഇഷ്യൂ അങ്ങനെയൊന്നും ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്ഡേറ്റിലൂടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ എടുക്കാമെന്നല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, കാരണം ഇത്രയും വാല്യൂ ഫോർ മണി വേറെ തരുന്നില്ല ആരും. അത്രയും നല്ല ഗെയിമിങ്ങും പെർഫോമൻസൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ക്യാമറയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡ്സിന് പോവാം, ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ റിയൽമി GT60 ആയിട്ട് കമ്പയർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് ഇറക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെല്ലേക്കൺ അമർത്താനും മറക്കണ്ട. കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അവിടെ ഇരുന്നോളാം. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.